തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരിൽ നിന്നും 18 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് മണപ്പാട്. പ്രശസ്തമായ ദേവാലയങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. തൂണുകളില്ലാതെയാണ് ഈ ദേവാലയങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ കുരിശിന്റെ ദേവാലയമാണ് ഇതിലേറ്റവും പ്രധാനം. കടൽ തീരത്ത് തന്നെയാണ് ഈ ദേവാലയം. ക്രിസ്തുവിനെ തടച്ച കുരിശിന്റെ ചെറിയൊരു ഭാഗം ദേവാലയത്തിൽ സൂക്ഷിക്കുന്നു. 1540 വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇവിടെ താമസിക്കുകയും സുവിശേഷ പ്രചരണം നടത്തുകയും ചെയ്തു അത്രേ. உள்ள வரலாறை இங்கே கொடுத்துருக்காங்க. குறிப்பாக அவர் ஏப்ரல் 7, 1506 ஸ்பெயின் நாட்டில் பிறந்ததாக நமக்கு வரலாறு இருக்குது. அவர் ஸ்பெயின் நாட்டில் பிறந்தாலும் தொடக்க காலத்தில் அவர் படிக்கணும் அப்படின்னு ஆசைப்பட்டார். இயேசு சபையில் குறிப்பாக இன்னாசியாருடைய வழியில் பின்பற்றி படிக்கணும் அப்படின்னு சொல்லிட்டு தான் ஆசைப்பட்டார். அவர் நல்ல படிப்பாளி. വിശുദ്ധൻ അക്കാലത്ത് താമസിച്ചിരുന്ന ഗുഹ ഇന്നും ഇവിടെ കാണാൻ സാധിക്കും. நேரத்தில் தங்கக்கூடிய இடம்தான் இந்த இடம். அவர் தன்னுடைய வாழ்க்கைக்கு அவராகவே எல்லாமே உணவு உட்கொண்டு அவராகவே எல்லாமே பார்த்துக்கிட்டார். தன்னுடைய வாழ்க்கையை அமைத்து கொண்டார். அவர் தங்குவதற்காக பயன்படுத்திய இடம் தான் இந்த இடம், இந்த கடற்கரை ஓரத்தில். എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 14 വരെയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ. മണപ്പാട് ഗ്രാമത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹരമായ ദേവാലയമാണ് ഹോളി സ്പിരിറ്റ് ചർച്ച്. പുരാതനമായ പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇതും പണി കഴിപ്പിച്ചിരിക്കുന്നത്. മണപ്പാട് വിശുദ്ധ കുരിശിന്റെ പള്ളിക്കും കടൽ തീരത്തിനും അടുത്തുള്ള അത്ഭുത നീരുറവയിലെ ജലം ശേഖരിക്കാൻ ധാരാളം തീർത്ഥാടകർ എത്തുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുമായി ബന്ധപ്പെട്ടാണ് ഈ ഉറവയുടെ ചരിത്രവും. കടൽ തൊട്ടടുത്തുണ്ടായിട്ടും ഉറവയിലെ ജലത്തിന് ഉപ്പുരസമില്ല എന്നതാണ് വിശ്വാസികളെയും സഞ്ചാരികളെയും അമ്പരപ്പിക്കുന്നത്. 1542 വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇവിടെ താമസിച്ചപ്പോൾ തന്റെ കൂടെയുള്ളവരുടെ ദാഹം തീർക്കാൻ മണലിൽ ഒരു കുരിശടയാളം വരച്ചു. പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്ന് അത്ഭുതകരമായ നീരുറവ പൊട്ടിപ്പുറപ്പെട്ടെന്നാണ് ഇവിടെയുള്ളവർ ഇതേക്കുറിച്ച് പറയുന്നത്. சபையார் வாழ்ந்த காலத்தில் பல நேரம் உணவு இல்லாமல் இருந்திருக்கிறார். அப்போ அந்த உணவு இல்லாமல் இருக்க சொல்ல தனக்குன்னு தண்ணி குடிக்கிறக்காண்டி உருவாக்கின ஒரு கிணறு தான் இந்த ஊற்று அவராக தோண்டி உருவாக்குனது. இதில் இன்னும் வரைக்கும் அந்த தண்ணி வற்றாமல் இருக்கிறது. கடலுக்கு பக்கத்தில் இருந்தாலும் இந்த தண்ணி இன்னும் குடிக்கிற அளவில் நல்ல தண்ணி தான் இருக்குது. மக்கள் இதை ஒரு புனித நீரூட்டாக எடுத்து ஒவ்வொரு வீட்டுக்கு எடுத்துட்டு சென்று കുടിപ്പാങ്ക. ഇതിൽ நிறைய പുതുമകൾ இருக்குது. മണപ്പാട് പള്ളിയിലെ കടലിലേക്ക് നോക്കി നിൽക്കുന്ന കുരിശുമരമാണ് മറ്റൊരു പ്രത്യേകത. പള്ളിക്ക് തൊട്ടു മുന്നിൽ കടലിന് അഭിമുഖമായാണ് ഇത് നിലകൊള്ളുന്നത്. കുന്നിൻ മുകളിലെ പള്ളിയായതിനാൽ ദൂരെ കടലിൽ നിന്ന് നോക്കിയാൽ പോലും ഈ പള്ളിയും കുരിശും കാണാൻ സാധിക്കും. കടൽ യാത്രയ്ക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ കുരിശിനെ നോക്കി പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ ആചാരമാണ്. കടലിൽ നിന്നുള്ള ആപത്തുകളിൽ നിന്ന് ഈ പ്രാർത്ഥന വഴി സംരക്ഷണം ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. മണപ്പാട് വിശുദ്ധ കുരിശിന്റെ പള്ളിയിലെത്തുന്ന തീർത്ഥാടകർ തങ്ങളുടെ രോഗശാന്തിക്കായും പ്രാർത്ഥനാ സഫലീകരണത്തിനായും വിശുദ്ധ എണ്ണ ശരീരത്തിൽ പൂശാറുണ്ട്. വിശുദ്ധ കുരിശിൽ നിന്നുള്ള അനുഗ്രഹം ഈ എണ്ണയിലൂടെ ലഭിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നു. മണപ്പാട് ഗ്രാമത്തിലൂടെ നടന്നാൽ നമ്മൾ ഗോവയിലോ പോർച്ചുഗലിലോ എത്തിയ പ്രതീതി ഉണ്ടാകും. 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച വീടുകളും കെട്ടിടങ്ങളും ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. കല്ലിൽ കൊത്തിയെടുത്ത തൂണുകളും തടിയിൽ തീർത്ത ജനലുകളും വാതിലുകളുമെല്ലാം ദേവാലയത്തെ പ്രൗഢമാക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിൽ നിന്ന് വന്ന ജെസ്യൂട്ട് മിഷണറിമാരാണ് മണപ്പാടിന്റെ വാസ്തുവിദ്യയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തിയത്. അവർ അക്കാലത്ത് പണിത പള്ളികളും സെമിനാരികളും ഇന്നും ഇവിടെയുണ്ട്. തമിഴ്നാട്ടിലെ തീരദേശ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഭൂരിഭാഗം വൈദികരും ഏതെങ്കിലും കാലഘട്ടത്തിൽ മണപ്പാട് വഴി കടന്നുപോയവരോ ഇവിടെ പഠിച്ചവരോ ആയിരിക്കും. മണപ്പാട് പള്ളി സന്ദർശിക്കാനെത്തുന്ന പല തീർത്ഥാടകരും ഇവിടെയുള്ള മുതിർന്ന വൈദികരെ കണ്ട് അനുഗ്രഹം വാങ്ങാറുണ്ട്. അതെ, വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ തുടങ്ങി വെച്ച ആത്മീയ പാരമ്പര്യത്തിന്റെ തുടർച്ചയായി ഈ കേന്ദ്രം ഇന്നും നിലകൊള്ളുന്നു.